ശ്രീത്ത്, ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനത്തിലും വിദ്വേഷ പരാമർശങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രകോപിതനാവുന്നത് കണ്ടു. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് അധിക്ഷേപിക്കുന്നത് കണ്ടു. അപ്പോഴും CPIM വെള്ളാപ്പള്ളിയെ കൈവിട്ടുകൊണ്ടൊരു പ്രതികരണം നടത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. CPI ആണെങ്കിൽ മറുഭാഗത്ത് തക്കതായ മറുപടി ആവർത്തിച്ച് നൽകുകയും ചെയ്യുന്നു. ശ്രീത്ത്, ശ്രീജിത്ത്, വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിലപാടിനപ്പുറത്തേക്ക് LDFൽ ഒരു ഭിന്നത ഉടലെടുത്തു എന്ന് വേണം പറയാൻ. ഇന്നലെ ചതിയൻ ചന്തു പരാമർശത്തിൽ CPIക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമീപനമായിരുന്നു CPIM സ്വീകരിച്ചിരുന്നത്, CPIMന്റെ നേതാക്കൾ സ്വീകരിച്ചിരുന്നതെങ്കിൽ, എന്നാൽ ഈ വർഗീയ പരാമർശത്തിൽ ഇപ്പോൾ രണ്ട് പാർട്ടികളും ഭിന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക പരാമർശത്തിന്റെ പേരിൽ ഒരാളെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ തങ്ങളില്ല എന്ന നിലപാടാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അസദിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശന്റെ ഈ വർഗീയ പരാമർശങ്ങളോട് എതിർപ്പില്ല എന്ന കാര്യമാണ് CPIM നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഒരാൾ ചെറുതാകുമോ വലുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. അത് അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും കഴിയട്ടെ എന്ന കാര്യമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ ഈ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് LDFൽ വ്യക്തമായ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. CPIM വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ CPI പിന്തുണയ്ക്കുന്നില്ല എന്ന ചിത്രമാണിപ്പോൾ തെളിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ വെള്ളാപ്പള്ളി നടേശനുമായുള്ള പരിധിവിട്ട ചെങ്ങാത്തം തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ LDFലെ പാർട്ടികൾക്ക് പൊതുവെയുണ്ട്. അത്തരമൊരു വിലയിരുത്തൽ നിലനിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്ന CPIMന്റെ സമീപനം മുന്നണിക്കകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.